കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഡിപ്പോയിലെ KSRTC ഡ്രൈവറായ TK ഷിബീഷ് മദ്യപിച്ച് എന്ന് കണ്ടെത്തിയിരുന്നു. അദ്ദേഹം മദ്യപിച്ചിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷേ ബ്രത്ത് അനലൈസറിൽ ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ ഊതിയുള്ള പരിശോധനയിൽ ഒരു ചെറിയ രീതിയിൽ മദ്യത്തിൻ്റെ കണ്ടന്റ് കണ്ടു എന്ന് കരുതി അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളാണ് അദ്ദേഹം. ഇന്ന് തിരുവനന്തപുരം KSRTC ആസ്ഥാനത്ത് തന്നെ എത്തി തൻ്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ചേട്ടാ, അന്ന് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഇതുപോലെ ബ്രീത്തൻസെല്ലാം ഉദിച്ചപ്പോൾ അവിടെ 9 കണ്ടിരുന്നു. അന്ന് ഞാൻ പറയുമ്പോൾ അവിടെ നിന്ന് 2 വീതം ഗുളിക ഞാൻ 6 കഴിച്ചിരുന്നു. 6 കഴിച്ചതിൻ്റെ പോയിൻ്റ് ആയിരിക്കും അന്ന് 9 കാണിച്ചത്. അന്ന് ഞാൻ പറഞ്ഞു മദ്യപിച്ചിട്ടല്ല, ഈ ഗുളിക കുടിച്ചതിൻ്റെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് മദ്യപിച്ചെന്നും പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ അന്ന് ഈ പ്രശ്നങ്ങളായപ്പോഴാണ് MD എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിച്ചത്. ഇവിടെ ആസ്ഥാനത്ത് വന്നിട്ട് മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിലും AD വിജിലൻസിൻ്റെ മുമ്പിലൊക്കെയാണ് ഞാൻ ഹാജരായത്. അവർ വെച്ച് ഡോക്ടർ മുമ്പിൽ നിന്നാണ് എന്നെ വീണ്ടും അതേ രീതിയിൽ തന്നെ പരിശോധന നടത്തി. മരുന്ന് കുടിക്കാതെ എന്നെ ഊതിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മരുന്ന് തന്നിട്ട് ഒരു 3 ഗുളിക തന്നിട്ട് ഊതിപ്പിച്ചു. അപ്പോൾ മരുന്ന് കുടിക്കാതെ ഊതിയപ്പോൾ 0, മരുന്ന് കുടിച്ചപ്പോൾ 3 ഗുളിക കുടിച്ചുള്ളൂ. അപ്പോൾ 5 പോയിൻ്റ് കാണിച്ചു. കാര്യങ്ങൾ എന്തായാലും മനസ്സിലായി. കാര്യം വെള്ളം മദ്യപിച്ചിട്ടല്ല അത് കാണിച്ചെന്നുള്ള ഇവർക്ക് മനസ്സിലായി. ആ മരുന്ന് കഴിച്ചിട്ട് തന്നെയാണ് അത് വന്നതെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. ആരായിരുന്നു ഉണ്ടായിരുന്നത്? ആരെയാണ് ഈ കൂടിക്കാഴ്ചയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? AD വിജിലൻസ്, അതിലെ സ്ക്വാഡിലുള്ള ഇൻസ്പെക്ടർമാരുണ്ട്, പിന്നെ മെഡിക്കൽ ബോർഡിൻ്റെ ഡോക്ടറുണ്ട്, മെയിൻ ഡോക്ടറും. അവരുടെ മുമ്പിലാണ് ഇപ്പോൾ എൻ്റെ നിരവായത്വം എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞത്. അവരിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് 0 ആദ്യം കണ്ടു, പിന്നെ മരുന്ന് കുടിച്ചപ്പോൾ 5 കണ്ടപ്പോൾ ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു. എന്ന് ഡ്യൂട്ടിക്ക് കയറണമെന്നൊന്നും പറഞ്ഞിട്ടില്ല? അല്ല, ഡ്യൂട്ടീൻ്റെത് അവർ മാറ്റി നിർത്തിയിട്ടില്ല. ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടി ഓൾറെഡി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പിറകെ വരുന്ന നടപടി എന്തെന്നുള്ളത് ഇനി അവരാ തീരുമാനിക്കുന്നത്. ഇപ്പോഴേ ചേട്ടാ, ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അപ്പോൾ മദ്യപിച്ചു, ഊതിയുള്ള പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന് കാണിച്ചിട്ടാണല്ലോ മാറ്റി നിർത്തി. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു മനോവിഷമം ഉണ്ടാവും. അതുകൊണ്ട് അത് എനിക്ക് അന്ന് അന്ന് ഞാൻ മദ്യപാനാന്ന് പറഞ്ഞ് ഈ ലോകം മുഴുവൻ ഇത് കണ്ടു കഴിഞ്ഞപ്പം എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഈ വിളിച്ച് ചോദിക്കുന്ന നേരം മദ്യപിക്കാത്ത ഒരാൾ മദ്യപിച്ച് കാണുന്നവർ ചോദിക്കുന്ന എല്ലാവരുടെ മുമ്പിലും ഒരു അപമാനത്തിനായിനി ഞാൻ. ശരിക്കും ആരെടുത്തും എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥ. എവിടെ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്. കാരണം മദ്യപിക്കാത്ത ആൾ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്ത് നടക്കുകയാണോ എന്നുള്ള ആൾക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ എല്ലാം നമ്മൾ അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ഇത് റിസൾട്ട് ഇവരെ മുമ്പിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിനിപ്പോൾ ഞാൻ ഈ ലൈവായിട്ട് ഇത് പറയുന്ന നേരം എൻ്റെ നിരവായത്വം എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ തന്നെയാണെന്നുള്ളപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ബ്രത്ത് അനലൈസർ പരിശോധന ഒരു പരിധിവരെ നല്ലതാണ്, പക്ഷേ ഇങ്ങനെയുള്ള അപാകതകൾ ആ പരിശോധനയിലില്ലേ? ഉണ്ട്, ഇതിൽ അപാകതകളുണ്ട്. കാരണം ഈ 1, 2, 3, 5, 9 പോയിൻ്റ് കാണിക്കുമ്പം ഒരാളെ മാറ്റി നിർത്തുക, അല്ല മദ്യപിച്ചെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അവരെ ഒന്നുകിൽ മെഡിക്കൽ ബോർഡിൽ ഹാജരാക്കിയിട്ട് രക്തപരിശോധന നടത്തിയിട്ട് അതെന്താണ് എന്നുള്ളത് തെളിയിക്കണം. എന്നിട്ടേ നമുക്ക് അത് പറയാൻ പാടുള്ളൂ. പല കേസുകളിലും ഇത് കാണുമ്പോൾ തന്നെ നടപടി എടുക്കുന്നുണ്ട്. ഈ റീഡിങ് കാണുമ്പോൾ തന്നെ നടപടി എടുക്കുന്ന കേസുകളുണ്ട്. ഇപ്പോൾ പത്തനാപുരത്താണെങ്കിൽ ഇപ്പോൾ 9 പേരാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊരു അവസരം കൂടി നൽകിയതിന് ശേഷം ഇത്തരത്തിൽ നടപടികളിലേക്ക് പോയാൽ മതി എന്നുള്ളതാണോ? അതിപ്പം എങ്ങനെയാണെന്നുള്ളത് എനിക്ക്, കാരണം മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം മദ്യപിച്ച് ഓടിക്കാൻ പാടില്ലാനോ ഒരു വണ്ടി ഓടിക്കാൻ പാടില്ല. പക്ഷേ മദ്യപിക്കാത്ത ഒരാൾ മദ്യപിച്ചെന്ന് പറയുന്നതിനാണ് നമ്മൾ പ്രതികരിക്കുന്നത്. കാരണം നമ്മളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണം. അത് വേണ്ടിയിട്ടാണ് നമ്മൾ. കാരണം മദ്യപിച്ചിട്ട് ഇനി അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിലൊരു പ്രത്യേക അഭിപ്രായം പറയാൻ പാടില്ല. മദ്യപിച്ചാലെ പേരിൽ നടപടി എടുക്കുക വേണം. അത് അവർ തെളിയിച്ചിട്ട് നടപടി എടുക്കണം. അതാണ്. ഇപ്പോൾ ഇതിന് ശേഷം മിനിസ്റ്റർ വിളിക്കുക എന്തെങ്കിലും ചെയ്തായിരുന്നു? ഇല്ല, ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. കാണുന്നുള്ള തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെ അവസരം കിട്ടിയാൽ കാണും? അവസരം കിട്ടിയാൽ കാണും. കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര വർഷമായി KSRTCയിൽ? 12 വർഷമാവുക. 12 വർഷത്തിന് ഇതുവരെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല? ഇല്ല, ഒന്നും ഇതുവരെ ഒരു അനുഭവവും ഒരു KSRTC എന്നുള്ള ഒരു വേണ്ടാത്ത ഒരു സംഭവങ്ങളും എൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം ഇങ്ങനെയാണ് ഉണ്ടായ സംഭവമാണിത്. ഇപ്പോൾ എന്തായാലും നിരപരാധിത്വം തെളിഞ്ഞതോട് സന്തോഷമായില്ല? സന്തോഷമുണ്ട്, എത്രയോ സന്തോഷം. തെളിയിക്കാൻ കഴിഞ്ഞതും പേടിയായിരുന്നു ഇവിടെ വരുന്നത് വരെ. ഇനിയിപ്പോൾ അത് കുടിച്ചിട്ട് ഊതിയിട്ടങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ വയ്യ പിന്നെയും പോകണമല്ലോ. അപ്പോൾ അവിടെ നിരവധി തെളിഞ്ഞിട്ട് എന്നെ കൊണ്ട് പിന്നെ മെഡിക്കൽ ടെസ്റ്റിന് പോയായിരുന്നു, ബ്ലഡ് പരിശോധനയ്ക്ക് പോയായിരുന്നു? ഇല്ലില്ല, പിന്നെ അന്ന് സമയം കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മളത് പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അത് എടുത്തിട്ട് കാര്യമില്ലാന്ന് ഇവിടെ തന്നെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പോയിട്ട് മാറ്റി വീട്ടിൽ പോയതാണ്. ഇപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള എങ്ങനെയായിരുന്നു? അവർക്കൊരു വിഷമമായി കാണില്ല? ഇന്നൊക്കെ ഇത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ, എല്ലാവരും തന്നെയാണ്. വീട്ടിൽ അച്ഛൻ ചോദിക്കുന്നത് തന്നെയാണ്, ഈ എന്തെങ്കിലും കുടിക്കൽ തുടങ്ങിയെന്ന് ചോദിച്ചു എന്നോട്. അച്ഛനാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കറിയാമല്ലോ തന്നെ. അപ്പോൾ ഞാനൊരു തമാശ രൂപത്തിലൊക്കെ അതിനെപ്പറ്റി അങ്ങ് പറഞ്ഞു ഒഴിവായിരുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആയിന്ന്. കാരണം
അത് ചോദിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു വിഷമമാണല്ലോ. ഞാൻ ചെന്ന് കാണുമ്പോൾ തന്നെ അച്ഛൻ അതാ ചോദിച്ചത്, ഞാൻ കുടിയൊക്കെ തുടങ്ങിയെന്ന് ചോദിച്ചത്. എന്തായാലും ഇതൊക്കെയാണ് ഷിബീഷിന് പറയാനുള്ളത്. ഒരു വലിയ വിഷമമായിരുന്നു. എന്തായാലും ഇപ്പോൾ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, മദ്യപിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷമാണ്. അന്ന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. 12 വർഷമായി KSRTC വളയം പിടിക്കുന്ന ആളാണ്. ജീവിതത്തിൽ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ലാത്ത ഒരാളാണ്. മെഷീൻ്റെ അപാകതകൾ കൊണ്ടാകാം ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്തായാലും നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു. താൻ മദ്യപിക്കുന്ന ആളല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടെ മടങ്ങാൻ പോവുകയാണ് അല്ലേ? അതെ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.